വോട്ട് വഴിയിൽ മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. വേങ്ങര, മലപ്പുറം, മങ്കട മണ്ഡലങ്ങളിലൂടെ കടന്നു വന്ന ഇപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെത്തിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. പെരിന്തൽമണ്ണ UDF-ന്റെ മണ്ഡലമാണ്. നിലവിൽ മഞ്ഞളാംകുഴി അലിയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷം നിങ്ങളുടെ നിൽപ്പൊക്കെ കാണുമ്പോൾ ഒരു 2006-ന്റെ ആവേശമുണ്ട്. ഇടതുപക്ഷക്കാരെ കാണുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് 2006-ന്റെ ആവേശമുണ്ട്. എന്ത് അടിസ്ഥാനമാണുള്ളത്? ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് ജനങ്ങൾക്ക് ജനദ്രോഹപരമായ നടപടികൾ സ്വീകരിച്ച UDF ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് കേരളം മൊത്തം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പെരിന്തൽമണ്ണക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷം എന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. കേരളത്തിൽ 5 വർഷക്കാലം മുമ്പ് അധികാരത്തിൽ വന്നൊരു മുന്നണി ഒരു 55 വർഷക്കാലത്തെ ഒരു വികസന പ്രവർത്തനം ഒരു ഭാഗത്തും കഴിഞ്ഞൊരു 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനം മറുഭാഗത്തും വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും കനം തൂങ്ങി നിൽക്കുന്നത് ഒരു 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ മാറ്റി പാലം മാത്രമല്ല ആ പാലത്തെ ഒക്കെ മാറ്റി സാധാരണക്കാരന്റെ കണ്ണീരൊപ്പുന്ന ഒരു കൈലേസായി മാറി ഈ സർക്കാർ എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. പെൻഷൻ വർധനവാണെങ്കിലും പെൻഷൻ തുകകളുടെ വർധനവ് കേരളത്തിൽ കേട്ടില്ലാത്ത വിധം സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷനുകൾ ഇരട്ടിയാക്കി. 75 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് 1500 രൂപയാണ് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്ന ഈ സർക്കാർ. അത് മാത്രമല്ല ഈ മണ്ഡലത്തിൽ 5 വർഷം കൊണ്ട് 700 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ വികസനം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് UDF സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ, ഇതാണ് അവരുടെ കരുത്ത് എന്ന് UDF നേതാക്കൾ പറയുന്നു. പണ്ട് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കാലത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നതാണ് പോസ്റ്റ്മാൻമാര്. ഇപ്പൊ അതിനുവേണ്ടി ആധാർ എടുക്കണം, ബാങ്കിൽ നിന്ന് മാറ്റണം, ഇപ്പൊ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് SMS വരുമെന്നാണ് ഇവർ പറയുന്നത്. ഇതുവരെയായിട്ട് വന്നല്ല 11 മാസമായിട്ട് കുടിശ്ശികയാണ്. 700 കോടിയുടെ വികസനം ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇത് സംസ്ഥാനത്തെ വികസനത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? പെരിന്തൽമണ്ണ മണ്ഡലത്തിന് പ്രത്യേകമായ പ്രശ്നങ്ങളുണ്ടോ? അത് എങ്ങനെ അഡ്രസ് ചെയ്യപ്പെട്ടു? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് റെയിൽവേ മേൽപ്പാലം, അത് യാഥാർത്ഥ്യമായി നിലവിൽ വന്നു എന്നതാണ് UDF-ന്റെ പ്രധാനപ്പെട്ട അവകാശവാദങ്ങളിലൊന്ന്. ഞാൻ പറയുന്നത് ഈ പെൻഷന്റെ കാര്യമൊക്കെ സംസ്ഥാന തലത്തിലുള്ള പ്രശ്നമാണ്. 700 കോടി വികസനം നടത്തിയെന്നാണ് അരി പറയുന്നത്. അതിൽ എത്ര എണ്ണത്തിന്റെ അവകാശിയാണ് അദ്ദേഹം? 8 കാലി മമ്മുഞ്ഞ് ചമയാണ് ആ വ്യക്തി. അതാണ് എനിക്ക് എന്താണ് പറയാനുള്ളത്? അലി സാഹിബ് നടപ്പിലാക്കാത്ത ഏത് വികസന പദ്ധതിയാണ് ഞങ്ങളുടെ അക്കൗണ്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്? അങ്ങാടിപ്പുറം മേൽപ്പാലം, പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ നവീകരണം തുടങ്ങി എല്ലാം സ്വന്തം അക്കൗണ്ടിലോട്ട് മാറ്റിയത് ഇവിടുത്തെ V ശശികുമാറാണ്. അപ്പൊ യഥാർത്ഥത്തിൽ 8 കാലി മമ്മൂഞ്ഞ് അവര് തന്നെയാണ്, അല്ലാതെ ഞങ്ങളല്ല. അവരോട് ചോദിക്കാനുള്ളത്, ഇവിടെ ഞങ്ങൾ 700 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നു എന്ന് പറയുന്നത് ഈ നിയോജക മണ്ഡലത്തെ എല്ലാ വോട്ടർമാരുടെ വീടുകളിലും നീല നിറത്തിൽ ചിത്രസഹിതം ഒരു പുസ്തകം എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ചിത്രസഹിതം ഒരു പുസ്തകം ഇറക്കിയിട്ട് നിങ്ങളുടെ കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ആ ചിത്രം എന്ന് പറയുമ്പോൾ അതിലൊരു കട്ടുപ്പാറ തടയണമുണ്ട്. അത് ആര് കൊണ്ടുവന്നതെന്ന് ഒന്നുകൂടി മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോ കേട്ടോ, അത് മനസ്സിലാക്കണം. ഈ ഭരണം വന്നിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അതിക്രമങ്ങളെല്ലാം ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കാനോ പുറത്തിറങ്ങി നടക്കാനോ കഴിയാതെ ഉമ്മൻചാണ്ടി ഗവൺമെന്റും ഈ അലിയും എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഗവൺമെന്റ് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള നടപടികളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കട്ടുപ്പാറ തടയേണ്ട കാര്യം പറഞ്ഞു. കട്ടുപ്പാറ തടയണ ഉണ്ടാക്കുന്നത് KSDP പദ്ധതി പ്രകാരമാണ്. KSDP വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ നഗരകാര്യ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി സാഹിബാണ്. 2012-ൽ 13 കോടി രൂപ ചെലവഴിച്ചാണ് ആ പദ്ധതിക്ക് അനുമതി കൊടുക്കുന്നത്. ഞങ്ങൾ കേവല അവകാശമൊന്നും മാത്രമല്ല, ഇവിടെ ഞങ്ങൾ ഇപ്പൊ 5 വർഷം മുമ്പ് ഇവിടെ LDF-ന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. LDF കേരളം ഭരിച്ചിരുന്നു. അന്ന് പെരിന്തൽമണ്ണയിലെ 10-40 വർഷക്കാലമായി CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റി കീഴിലാണ് താലൂക്ക് ആശുപത്രി. എന്റെ സുഹൃത്തിന് അറിയാറ്റാ തോന്നുന്നത് 2008-ലാണ് KSDP പദ്ധതി വന്നത്. അലി MLA ആവുന്നത് 2011-ലാണ് പെരിന്തൽമണ്ണയിൽ. അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. പിന്നെ രണ്ടാമത് പറയല് 700 കോടി റുപ്യ മുടക്കി എന്ന് പറയുന്നു. ഇപ്പോ ഈ 6 പഞ്ചായത്തിന്റെ അകത്തും പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതി കാത്തു നിൽക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളെ. എന്താ കുടിവെള്ളം ക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏത് പഞ്ചായത്തിലാണ്? താഴെക്കോട് പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ വള്ളവണ്ടി കാത്തു നിൽക്കുകയാണ്. അതേപോലെ തന്നെ പഞ്ചായത്തുകളുടെ സമഗ്ര കുടിവെള്ള പദ്ധതി 85 കോടി രൂപ ചെലവില് തൂതപ്പുഴയിൽ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മാസം. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഈ തവണ രാഷ്ട്രീയമായി
വിജയിക്കാനുള്ള എന്ത് സാഹചര്യമാണ് മണ്ഡലത്തിലുള്ളത്? ഏതെങ്കിലും തരത്തിൽ UDF-ന് വെല്ലുവിളി ഉയർത്താൻ LDF-ന്റെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ വിദ്യാർത്ഥികളെല്ലാം ഇലക്ഷന്റെ ഭാഗമായി നല്ല പ്രചരണത്തിലാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2006 ശേഷം ശശികുമാർ ഭരിക്കുന്ന സമയത്താണ് ഇവിടെ അലിഗഡ് സർവകലാശാല കൊടുക്കുന്നത്. അത് തങ്ങൾ കണ്ട സ്വപ്നമാണ് എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 5 വർഷക്കാലമായി അവിടെ 1 സെന്റ് ഭൂമി ഏറ്റെടുക്കാനോ പുതിയ ഒരു ക്യാമ്പസ് എങ്കിലും തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ +2 ബാച്ച് അനുവദിക്കാൻ സാധിച്ചിട്ടില്ല. ശശികുമാർ ഈ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ കാക്ക വെള്ളയായി മലന്നു പറക്കേണ്ടി വരും. അലിഗഡ് സർവകലാശാലയുടെ അവസ്ഥയാണ് അവർ പണവും സ്വാധീനം ലീഗിന്റെ വിചാരം പണവും സ്വാധീനം ഉണ്ടെങ്കിൽ എന്തും നടത്താം എന്നുള്ള വിപ്ലവം. പക്ഷെ ജനങ്ങളെ എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ വോട്ട് ഈ പ്രാവശ്യം ജനങ്ങൾ നിങ്ങളെ വിഡ്ഢികളാക്കും. കണ്ടോളുണ്ട്. ഈ 2011 അലി MLA ആയിട്ട് ഇവിടെ വന്നിട്ട് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തെ സുവർണ കാലഘട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വികസനത്തിന്റെ പെരുമഴ പെയ്ത് കുതിർന്ന മണ്ണാണ് ഈ പെരിന്തൽമണ്ണയുടെ മണ്ണ്. എന്തൊക്കെ വികസനങ്ങൾ? ഒരുപാട് അങ്ങോട്ട് നോക്കുമ്പോ നമുക്ക് കാണാം സമുച്ചയ കോടതി കെട്ടിടങ്ങള്, ഒരുപാട് വികസനങ്ങള്. ഈ മണ്ണ് UDF-ന്റെ ഉരുക്കുകോട്ടയാണ്. അത് ഞാനൊരു പ്രവാസിയാണ്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഞാൻ സൗദി അറേബ്യയിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇവിടെ വന്നത് കരിപ്പൂർ എയർപോർട്ടിലാണ്. ഇപ്പൊ കൊച്ചി എയർപോർട്ടിൽ വരണം. എയർപോർട്ടിലെ റൺവേ എന്ന് പറഞ്ഞ് പൂട്ടിയിട്ട് ഇന്ന് വരെ തുറക്കാനോ 1 സെന്റ് സ്ഥലം എടുത്തു കൊടുക്കാനോ ഈ UDF സർക്കാർ കഴിഞ്ഞിട്ടില്ല. ഇന്ന് 5-ന് പോണ്ട ആളുകൾ ബഷീർക്ക് പോകണം, ഉപ്പരക്ക് പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ പ്ലീസ്. LDF വന്നാല് എല്ലാം ശരിയാവുമെന്ന് പറയുന്നു. അതൊരു മനുഷ്യരെ ഒരു കളിയാക്കുന്ന വേടാണ്. LDF വന്നു കഴിഞ്ഞാൽ എന്താ കക്കൂസ് ക്ലീനിങ് ഒക്കെ LDF-ന്റെ ഡ്യൂട്ടിയാണ്. അതെ, ഇതാണ് LDF വന്നാൽ എല്ലാം ശരിയാവുന്നത്. ഈ കക്കൂസ് കരിപ്പൂർ എയർപോർട്ട് കരിപ്പൂരിന് മറുപടി കരിപ്പൂരിലെ എയർപോർട്ട് ആകെ 320 ഏക്കറിലുണ്ടായിരുന്ന കരിപ്പൂർ എയർപോർട്ട് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള നവീകരണം പൂർത്തിയാക്കി 2800 ഏക്കർ വിസ്തൃതിയുള്ള എയർപോർട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും തുറന്നു കൊടുത്തു. CPM-ന്റെ തറവാടായ കണ്ണൂരിലെ എയർപോർട്ട് ഉണ്ടാക്കി കൊടുത്തത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. കണ്ണൂരിലെ മറ്റു വിഷയങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ഇന്ന് പാവപ്പെട്ട അച്ഛന് പോകണമെന്നുണ്ടെങ്കിൽ നെടുമ്പാശ്ശേരിക്ക് പോകേണ്ട ഗതികേടല്ലേ? ഉമ്മർക്ക് പോകണമെന്നുണ്ടെങ്കിൽ നെടുമ്പാശ്ശേരി പോകണ്ടേ? എയർപോർട്ട് പണി നടക്കുമ്പോൾ ചിലപ്പോൾ എയർപോർട്ട് കുറച്ച് കാലം എയർപോർട്ട് മാറിപ്പോകേണ്ടി വരും. റോഡ് പണി നടക്കുമ്പോൾ റോഡ് പണി കുറച്ച് ആ റോഡിലുള്ള ഗതാഗതം കുറച്ച് തടസ്സപ്പെട്ടു പോകും. എയർപോർട്ടിന്റെ പണി നടക്കുമ്പോൾ കരിപ്പൂർ എയർപോർട്ട് പണി നടക്കുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോകേണ്ടി വരും. ക്ഷമിക്കുക, സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ LDF UDF മത്സരം അതിശക്തം തന്നെയാണ് ഇത്തവണ എന്ന് പറയാം. വോട്ട് വഴിയിൽ യാത്ര തുടരുകയാണ് മറ്റ് മണ്ഡലങ്ങളിലേക്ക്, ഇനി കോട്ടയ്ക്കൽ മണ്ഡലത്തിലേക്ക്.